കോട്ടയം ജില്ലയിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ജില്ലാ താലൂക്ക് കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്. ടോബി ജോൺസൺ വിവരങ്ങളുമായി ചേരുകയാണ് കോട്ടയത്ത് നിന്ന്. ടോബി, എന്താണ് കോട്ടയത്തിൻ്റെ ഒരു മുന്നൊരുക്കം? ഏത് തരത്തിലാണ്? പലയിടത്തും ഇപ്പോഴും ശക്തമായ മഴ ലഭിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. മുന്നറിയിപ്പ് പ്രകാരമാണെങ്കിൽ ഓറഞ്ച് അലർട്ടാണ് ഇന്ന് ജില്ലയിൽ നിലനിൽക്കുന്നത്. വരും മണിക്കൂറുകളിൽ മഴയുടെ സ്വഭാവം എങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത് ടോബി? വലിയ മുന്നൊരുക്കങ്ങൾ തന്നെ നടത്തുന്നുണ്ട്. നമുക്കറിയാവുന്നതുപോലെ മുൻ വർഷങ്ങളിൽ ഉണ്ടായ സംഭവങ്ങൾ നമുക്കറിയാവുന്നതാണ്. പലപ്പോഴും കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് ജില്ലയിൽ ഉണ്ടാകുന്ന സംഭവവികാസങ്ങൾ. ടോബി ജോൺസണാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. കോട്ടയത്തും ശക്തമായ മഴ തുടരുകയാണ്. ഇന്ന് ഓറഞ്ച് അലേർട്ടാണ് കോട്ടയം ജില്ലയിൽ. ഇടവിട്ടുള്ള മഴ നിരന്തരം പെയ്യുന്ന സാഹചര്യത്തിൽ വേണ്ട മുന്നൊരുക്കങ്ങളെല്ലാം ജില്ലാ ഭരണകൂടം ചെയ്തിട്ടുണ്ട് എന്നാണ് കരുതുന്നത്. മാത്രമല്ല, നിരവധി നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ജില്ലയാണ് കോട്ടയം. ടോബി ജോൺസൺ വിവരങ്ങളുമായി അല്പസമയത്തിനുള്ളിൽ തന്നെ പ്രേക്ഷകർക്കൊപ്പം ചേരും. ജില്ലാ താലൂക്ക് കൺട്രോൾ റൂമുകൾ കോട്ടയം ജില്ലയിൽ തുറന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമാണ് കോട്ടയം ജില്ലയിൽ തുറന്നിട്ടുള്ളത്. കഴിഞ്ഞ വർഷത്തെയൊക്കെ അനുഭവത്തിന്റെ സാഹചര്യത്തിൽ കൂടിയാണ് മുന്നൊരുക്കങ്ങൾ ഇത്തരം വേഗത്തിൽ തന്നെ പൂർത്തിയാക്കാൻ ജില്ലാ ഭരണകൂടത്തിനായതെന്നും മനസ്സിലാക്കുന്നുണ്ട്. ടോബി ജോൺസൺ വിവരങ്ങളുമായി ചേരുകയാണ്. ടോബി, കോട്ടയത്ത് താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ മഴയത്ത് വെള്ളം കയറുന്നത് സാധാരണ സംഭവം തന്നെയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഈ വർഷം ഏത് തരത്തിലുള്ള മുന്നൊരുക്കങ്ങളാണ് നടത്തിയിരിക്കുന്നത്? പ്രത്യേകിച്ച് വേനൽ മഴയും ശക്തമായി പെയ്ത ഒരു ജില്ല കൂടിയാണല്ലോ കോട്ടയം. സാധാരണ ശക്തമായിട്ടുള്ള മഴ പെയ്യുമ്പോൾ അത് താഴ്ന്ന പ്രദേശങ്ങളെയും ബാധിക്കുന്ന തരത്തിലുള്ള കാഴ്ചകളാണ് നമുക്ക് മുൻ വർഷങ്ങളിൽ കാണാൻ സാധിച്ചിരുന്നത്. എന്തായാലും ഇത്തവണയും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നൊരു വിലയിരുത്തൽ ജില്ലാ ഭരണകൂടത്തിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വലിയ മുന്നൊരുക്കങ്ങൾ നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്. ജില്ലാ അടിസ്ഥാനത്തിൽ ഒരു കൺട്രോൾ റൂമും അതുപോലെ തന്നെ താലൂക്ക് അടിസ്ഥാനത്തിൽ ബാക്കി 5 കൺട്രോൾ റൂമുകളുമാണ് തുറന്നിരിക്കുന്നത്. ആവശ്യമുള്ളവർക്ക് ഈ നമ്പറുകളിൽ ബന്ധപ്പെട്ട നമ്പറുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ നമ്മുടെ ചാനലിൽ തന്നെ അത് കാണാൻ സാധിക്കും. അത് നോക്കി വിളിച്ചു കഴിഞ്ഞാൽ സഹായങ്ങൾ എത്രയും വേഗം എത്തിക്കാൻ സാധിക്കുമെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. ഇന്നലെ മുതൽ ശക്തമായിട്ടുള്ള മഴ ജില്ലയിൽ പെയ്യുന്നുണ്ട്. ഇന്നലെ വിവിധ മേഖലകളിൽ മരം വീണ് വീടുകൾക്കും അതുപോലെ തന്നെ ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇന്നലെ രാത്രിയിലും സമാനമായ രീതിയിൽ ശക്തമായിട്ടുള്ള മഴ പെയ്തിട്ടുണ്ട്. നാശനഷ്ടങ്ങളുടെ വിവരങ്ങൾ ലഭ്യമായി വരുന്നതേയുള്ളൂ. എന്തായാലും ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഓറഞ്ച് അലേർട്ടാണ്. അത് റെഡ് അലേർട്ടിലേക്ക് വരുന്ന മണിക്കൂറുകളിൽ മാറാനുള്ള ഒരു സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട്. നിലവിൽ രാവിലെ മഴ മാറി നിൽക്കുകയാണ്. ഇന്നലെയും അതുപോലെ തന്നെ മിനിഞ്ഞാന്നുമെല്ലാം ഉണ്ടായ സാഹചര്യം ഇത് തന്നെയാണ്. അതായത് രാത്രികാലങ്ങളിൽ അതിശക്തമായിട്ടുള്ള മഴ പെയ്യുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നു. എന്നാൽ പകൽ സമയത്ത് അത്ര ശക്തമായിട്ടുള്ള മഴ ഉണ്ടാകുന്നുമില്ല. എന്തായാലും ഈ രാത്രികാലങ്ങളിൽ പെയ്യുന്ന മഴയാണ് നാശനഷ്ടങ്ങൾക്ക് കാരണമാകുന്നത്. പല സ്ഥലങ്ങളിൽ ഇന്നലെ നമ്മൾ അനൌദ്യോഗിക കണക്കുകൾ പറയുകയാണെങ്കിൽ ഏകദേശം 20ഓളം വീടുകൾക്ക് കേടുപാടുകൾ പല സ്ഥലങ്ങളിലായിട്ട് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതലും കിഴക്കൻ മേഖലയിലാണ്. ഈരാറ്റുപേട്ട, പാലാ പോലെയുള്ള പ്രദേശങ്ങളിലാണ് ഈ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഒരു സ്കൂൾ കെട്ടിടത്തിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്നു വീഴുന്ന കാഴ്ച പോലും കാണാൻ സാധിച്ചു. ഒരു BSNL ടവർ, ഒരു കോളേജിന് മുകളിൽ സ്ഥാപിച്ചിരുന്ന BSNL ടവർ തകർന്നു വീണു. ശക്തമായ കാറ്റിലാണ് ഈ നാശനഷ്ടങ്ങൾ ഉണ്ടായത്. എന്തായാലും മുൻകരുതലുകൾ സ്വീകരിക്കാനുള്ള എല്ലാ നടപടികളും ജില്ലാ ഭരണകൂടം സ്വീകരിച്ചു. ജോൺസൺ കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.